നമുക്ക് പോകാം മുന്തിരിത്തോപ്പിലേക്ക്. അതെ, കൊടൈക്കനാലിലെ പൂണ്ടി പൂമ്പാറ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ രാവിലെ തന്നെ മലയിറങ്ങി തുടങ്ങി. ഇപ്രാവശ്യം കമ്പം തേനി വഴി പോകുമ്പോൾ അവിടെയുള്ള മുന്തിരിത്തോപ്പും പിന്നെ പറ്റുമെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷിത്തോട്ടങ്ങൾ കാണുകയാണെങ്കിൽ അവിടെയും കയറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ നിന്ന് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. മഞ്ഞുമൂടിയ ആകാശം മാറിത്തുടങ്ങി. തെളിഞ്ഞ ആകാശവും പച്ചപ്പും കണ്ടു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്നും മലയിറങ്ങി തുടങ്ങി. ഈ പോണ വഴിക്ക് ഇവിടെ നോക്കിയപ്പോൾ ഒരു ഡാമിൻ്റെ വ്യൂ കണ്ടു. മാഞ്ഞിലാർ ഡാം എന്നാണ് അതിൻ്റെ പേര്. തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതിലത്തെ വെള്ളം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ മലമുകളിൽ നിന്ന് ഈ ഡാമിനെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പോരാത്തതിന് നല്ല കാറ്റും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. തേനിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള മരങ്ങളും ഈ കാഴ്ചകളും ഈ റോട്ടിൽ കൂടെ ആടുകൾ മേഞ്ഞ് നടക്കുന്നതും കാളവണ്ടിയൊക്കെ പോകുന്നതൊക്കെ കാണാൻ ഒരു നൊസ്റ്റാൾജിക് ഫീലാണെങ്കിലും 2024 ഇതുപോലെ ഈ കാളവണ്ടി കാഴ്ചകളൊക്കെ കാണുന്നത് മനസ്സിനത്ര ഒരു സുഖമുള്ളൊരു കാര്യമല്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ കൃഷിയും ഈ കാഴ്ചകളൊക്കെ വളരെ മനോഹരം തന്നെയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാലും അത് നഷ്ടമില്ലാത്തൊരു കാഴ്ച തന്നെയാണ്. പോകുന്ന വഴിക്ക് നല്ല വൈബ്രൻ്റ് യെല്ലോ കളർ ഇങ്ങനെ സൈഡിൽ കണ്ടപ്പോൾ വണ്ടി നിർത്തി തിരിച്ചു വന്നിട്ട് ഒന്ന് കയറി നോക്കിയപ്പം നമ്മുടെ ജമന്തിപ്പാടമാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ പാടം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത്. നല്ല അതിമനോഹരമായ കാഴ്ച തന്നെ. ഇവിടെ മഞ്ഞ കളർ മാത്രമല്ല കേട്ടോ, വെള്ളയുണ്ട്. അതിൽ കുറേ ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത്. പിന്നെ ദേ ഇവിടെ സൈഡിൽ നമ്മുടെ വേപ്പിലയുടെ കുറ്റിച്ചെടികൾ കാണുന്നുണ്ട്. അതായത് അത് കുറച്ച് വളർന്നു വരുമ്പോഴേക്കും അവർ വെട്ടി വിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇവിടെ നിർത്തിയില്ലെങ്കിൽ നഷ്ടമായാനാട്ടോ. അത്രയ്ക്കും മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇവർ രണ്ടുപേരുമാണ്, ഈ അമ്മയും മോളും ആണ് ഇവിടെ ഈ കൃഷി നടത്തുന്നത്. ഞാൻ കുറച്ച് പൂവ് തരുമോ ചോദിച്ചു, കാരണം രൂപത്തിൻ്റെ അവിടെ വെക്കാനായിട്ട്. അപ്പോൾ ഈ ഷോപ്പയ്ക്ക് വെക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ കുറേ പൂ ഞങ്ങൾക്ക് മുറിച്ച് തന്നു. ഞാൻ പൈസ കൊടുത്തിട്ട് അവർ മേടിച്ചില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ ഇവിടെ വരുന്നവരൊക്കെ പൈസ മേടിക്കാതെ നിങ്ങൾ പൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലാഭമുള്ളതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് നിർബന്ധിച്ച് പൈസ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് പൂവും കൊണ്ട് പോകുന്നത്. എന്തായാലും ഈ കാഴ്ചയും ഈ സ്ഥലങ്ങളും ഞങ്ങൾക്ക് വളരെയധികം മനോഹരമായൊരു സ്ഥലവും കാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അവരുടെ നിന്നും പൂവൊക്കെ വാങ്ങിച്ച് കുറച്ച് മാതാവിൻ്റെ അവിടെയൊക്കെ വെച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ കമ്പം തേനി റൂട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കൃഷികളുടെ സ്ഥലമാണ്. ഈ നെല്ല്, ചോളം, കരിമ്പ്, പൂക്കൾ, അങ്ങനെ പലതും. ഇവിടെ നെൽകൃഷിയും കാണുന്നുണ്ട്. ഇവർ കൈകൊണ്ട് എത്ര വേഗത്തിലാണല്ലേ ഈ ഞാറൊക്കെ നടുന്നത്. പക്ഷേ ഈ 2024 ഇവർ മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യം. ഞങ്ങളിതേ അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കരിമ്പും തോട്ടങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് കരിമ്പ് ഇങ്ങനെ ചോദു കൊണ്ടുവന്നിട്ട് അവിടെ വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇറങ്ങി ആ ചേട്ടയിൽ നിന്ന് കുറച്ച് കരിമ്പൊക്കെ മേടിച്ച് ഈ തോട്ടം ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊന്ന് ഈ തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോന്നതാണ്.
ഇവിടെ നിന്നാണ് ആ ചേട്ടൻ കരിമ്പ് വെട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടത്. അടുത്തത് വെട്ടാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ നിർത്തിയേക്കുന്നതും കണ്ട് ഒരുപാട് പേര് ഇവിടെ വണ്ടി നിർത്തി ആ ചേട്ടൻ്റെ നിന്ന് കരിമ്പൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ ആളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അടുത്തത് മുന്തിരിത്തോട്ടമാണ് ലക്ഷ്യം. ജെന്നീസ് ഗ്രേപ്സ് എന്ന് പറയുന്ന ഫാമാണ് ഇത്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക മുന്തിരിത്തോട്ടങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഫാമിലാണ്. ഞങ്ങളിതേ ഇങ്ങോട്ട് നടന്നു കയറുമ്പോൾ ഈ ട്രാക്ടറിൽ മുന്തിരി ഹാർവെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പണ്ട് ഞാനിവിടെ വന്നപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ നല്ല ആക്സസ് ഒക്കെ തന്നിരുന്നു അവർ. ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും കയറി കാണാനും നല്ലപോലെ നടന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. അവരിവിടെ കാലുകൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ റോപ്പ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം നമുക്ക് ഈ മുന്തിരിത്തോട്ടം കാണണം. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ മുന്തിരി ജ്യൂസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ അത് പുറത്ത് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2013 ഞങ്ങളിവിടെ വന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ്. ഈ ജെന്നീസ് ഫാമിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെയാണ് ആഗതൻ സിനിമയുടെ ലൊക്കേഷൻ. ആഗതൻ മാത്രമല്ല, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകളും പിന്നെ ബട്ടർഫ്ലൈസും ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇന്നവൾക്കു കൈ നിറച്ചു ചെണ്ടുകൾ ഈ ബട്ടർഫ്ലൈസ് സിനിമയിൽ ഈ പാട്ടിൽ കാണിക്കുന്ന കിണർ ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടാത്തത് കൊണ്ട് എനിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിന് മുമ്പിൽ ഈ MSR ഗ്രേപ്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അവർ കുറേ സ്ഥലത്തേക്ക് നമുക്ക് ആക്സസ് തന്നിട്ടുണ്ട്. കുറേ സ്ഥലം നടന്ന് കാണാനായിട്ട് പറ്റും. വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്നവർക്ക് ഇവരുടെ ഈ മുന്തിരിയുടെ സാമ്പിളും ഒരു ടൂത്ത് പിക്കും കൊടുക്കുന്നുണ്ട് ഈ ചെറിയ പാത്രത്തിലിട്ടിട്ട്. സാർ അത് കഴിച്ചു. സാറയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പാത്രം അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇവിടെ നമുക്ക് കുറേ സ്ഥലങ്ങൾ നടന്ന് ഇങ്ങനെ മുന്തിരികളുടെ ഇതുകളൊക്കെ കാണാൻ പറ്റും. ഇത് മുന്തിരിയുടെ സ്റ്റാർട്ടിങ് രൂപം. ഇതിൽ നിന്നും മുന്തിരി വളർന്നു വന്ന് വലുതാവുമ്പോഴാണ് ആ റെഡ് മുന്തിരി ആവുന്നത്. നമുക്ക് പല സ്റ്റേജിലുള്ള മുന്തിരികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങളെന്തായാലും കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ നിന്ന് ജ്യൂസൊക്കെ മേടിച്ച് ഒന്ന് കുടിച്ചൊന്ന് ഫ്രഷ് ആവാം. എൻ്റെ ഗ്രീഷ്മയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ട്. കുറേ നേരമായിട്ട് വണ്ടിയിലുള്ള ഇരിപ്പ് തന്നെയല്ലേ, യാത്രകൾ തന്നെയല്ലേ. അങ്ങനെ അത് ഈ മുന്തിരിത്തോപ്പൻ എന്തായാലും ഞങ്ങൾ ആസ്വദിച്ച് കുറേ നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് മേടിക്കുന്ന മുന്തിരികളൊക്കെ നല്ല ഫ്രഷ് മുന്തിരി കേട്ടോ. അധികം മരുന്നുകളൊന്നും ഇല്ലാത്ത സാധനമാണ്. ഞങ്ങളിവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീടെത്തിയപ്പോഴേക്കും അതൊക്കെ ഈ ഞട്ടീമേന്ന് ഇങ്ങനെ വിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ അധികം മരുന്നുകളില്ലാത്തത് കൊണ്ടും ഈ കെമിക്കലുകളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടും നല്ല മുന്തിരിയായിരുന്നു. ഒരു 5 കിലോ മുന്തിരി ഇവിടെ നിന്ന് മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് വൈനിട്ടു. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. കുമളിയിലേക്കാണ് അടുത്ത ലക്ഷ്യം. പോകുന്ന വഴിക്ക് അടിപൊളി മനോഹരമായ കാഴ്ചകൾ ഞങ്ങളിവിടെ കണ്ടു കേട്ടോ. അതായത് ബാക്കിലും മലനിരകളും, അതിനിപ്പുറത്ത് തെങ്ങും തോപ്പും, അതിനിപ്പുറത്ത് ചൂളമരങ്ങളും, പിന്നെ മുന്തിരിത്തോട്ടവും, അതിന് ഫ്രണ്ടിലൊരു കുഞ്ഞൊരു വീടും, ഇപ്പുറത്ത് ഉഴുതിട്ടേക്കണം മണ്ണും. നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. കണ്ടിട്ട് നല്ല ഈ ചിത്രരചനയിലൊക്കെ കാണുന്ന പോലെ ഉള്ളൊരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നു. അങ്ങനെ ദേ കുമളിയിലെത്തി. കേരള തമിഴ്നാട് ബോർഡറാണ് ഈ കുമളി. അപ്പോൾ ബസ്സുകൾ അത് സ്റ്റേറ്റുകളിൽ നിർത്തിയിട്ടേക്കുന്നത് കാണാം. ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് മാറുന്നു. ഞങ്ങളിതേ കുമളിയിൽ നിന്നും ഏലപ്പാറ വഴി കുട്ടിക്കാനം കൂടിയാണ് പോരുന്നത്. നമ്മുടെ വണ്ടീനെ കുറിച്ചൊരു കാര്യം പറയട്ടെ. ടോട്ടലി 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു നമ്മുടെ ഈ ടാറ്റ ടിഗോർ. ഈ ലാസ്റ്റ് 3 ദിവസത്തെ ട്രിപ്പിൽ തന്നെ 1000 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഓടിച്ചു. എന്നിട്ടും ഞങ്ങൾക്കൊരു ക്ഷീണോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നിട്ടില്ല. അത്രയ്ക്ക് ബോഡി വെയ്റ്റും അത്രയ്ക്കും കംഫർട്ടും ഉണ്ട് ഈ വണ്ടിക്ക്. അതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ.
കേരളത്തിലൂടെയുള്ള യാത്ര ഞങ്ങളങ്ങനെ തുടർന്നു. ഇരുട്ടായി തുടങ്ങി. എത്രയും പെട്ടെന്ന് വീടെത്തണം. ന്യൂ ഇയറിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങി. ഡിസംബർ 31 തീയതിയാണ് ഞങ്ങളിപ്പോൾ ഇതിലെ പാസ് ചെയ്യുന്നത്. അങ്ങനെ കൊല്ലങ്കോട് കൊടൈക്കനാൽ കമ്പം യാത്ര 3 എപ്പിസോഡുകളായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.